ഹലോ ഫ്രണ്ട്സ്, എസ് വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സോഫി മനീഷ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബി ബി റിലേറ്റഡ് ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ബി ബി അപ്ഡേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ലൈവിൽ നടന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ പറയാൻ പോണത്. അപ്പോൾ ഇന്ന് ലൈവിൽ ക്യാപ്റ്റൻസി ടാസ്കും നടന്നായിരുന്നു, അതുപോലെ തന്നെ ജയിൽ നോമിനേഷനും നടന്നായിരുന്നു. ആദ്യം ജയിൽ നോമിനേഷൻ്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ ജയിൽ നോമിനേഷനിൽ എല്ലാവരും സെലക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ക്യാപ്റ്റൻ അനീഷിന് ഒരു പവർ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഡയറക്റ്റ് ആയിട്ട് ഒരാളെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ക്യാപ്റ്റൻ അനീഷ് സെലക്ട് ചെയ്തത് നമ്മുടെ അപ്പാനിശരത്തിനെയാണ്. കാരണം അപ്പാനിശരത്താണ് നമ്മുടെ അനീഷിനെ ഇങ്ങനെ പിന്നാലെ നടന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ റീസൺ കൊണ്ടായിരിക്കും മിക്കതും നമ്മുടെ അനീഷ് അപ്പാനിശരത്തിനെ സെലക്ട് ചെയ്തത്. കാരണം ആള് ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്നു. കാരണം അമ്മ അതിന് പിന്നാലെ നടന്ന് നമ്മുടെ അപ്പാനിശരത്തും ബാക്കി എല്ലാവരും അക്ബറും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും നന്നായി കിടന്നിട്ട് അനീഷിനെ കിടന്ന് നന്നായി അനീഷിനെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അനീഷും മോശമെന്നല്ല, നന്നായി ബാക്കി എല്ലാവരെയും നന്നായി മാക്സിമം ചൊറിയുന്നുണ്ട്. എന്തായാലും അവരുടെ ഗെയിമുകളൊന്നും കുഴപ്പമില്ല കേട്ടോ, ഗെയിം നന്നായി കളിക്കുന്നുണ്ട്. എന്തായാലും വെറുതെ എല്ലാവരും ഓരോ മൂലയ്ക്ക് വാഴകളായിട്ടിരിക്കണമെന്നില്ല, എല്ലാവരും എന്തായാലും നന്നായി ഗെയിമുകളും കാര്യങ്ങളും കളിക്കുന്നുണ്ട്. പിന്നെ ഈ ജയിൽ നോമിനേഷൻ്റെ പേര് പിന്നെ ഒരാളെ സെലക്ട് ചെയ്തത് നമ്മുടെ അനുമോളെയാണ് പിന്നെ എല്ലാവരും കൂടിയിട്ട് സെലക്ട് ചെയ്തത്. പിന്നെ ഈ ജയിൽ നോമിനേഷൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാവുന്നുണ്ട് ഇതിന് ശേഷം. നമ്മുടെ ആർ ജെ ബിൻസിന് നമ്മുടെ നെവിനും അതുപോലെ തന്നെ നമ്മുടെ ഷാനവാസിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പറഞ്ഞ റീസൺസ് നമ്മുടെ ബിൻസിക്ക് ഇഷ്ടപ്പെട്ടില്ല, ആർ ജെ ബിൻസിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതെന്തുകൊണ്ട് അങ്ങനെ എന്നെ നിങ്ങൾ സെലക്ട് ചെയ്തു, അപ്പം അതിനുള്ള റീസൺ പ്രോപ്പർ അല്ല അങ്ങനെ പറഞ്ഞ് നമ്മുടെ ആർ ജെ ബിൻസി വെറുതെ ആവശ്യമുണ്ട്. പലരും സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതെന്തിനാന്ന് നമ്മൾ ആ അടിയും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞ് വിചാരിക്കും ഇപ്പം ബിൻസിയാണോ ജയിലിൽ പോണേന്ന്. പക്ഷെ സത്യം പറഞ്ഞാൽ ബിൻസി അല്ല ജയിലിൽ പോണത്, നമ്മുടെ അനുമോളും അതുപോലെ തന്നെ അപ്പാനിശരത്താണ് ജയിലിൽ പോണത്. പക്ഷെ ബിൻസിക്ക് ഈ പറഞ്ഞ റീസൺസ് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നമ്മുടെ നെവിനും അതുപോലെ ഷാനവാസിക്കാനും കിടന്ന് ചൊറിയുണ്ടായിരുന്നു. ഷാനവാസിക്കയുടെ അടുത്താണ് ഫസ്റ്റ് പോയത്. ഇപ്പം നിങ്ങൾ എന്ത് കാരണത്തിലാണ് എന്നെ ജയിൽ നോമിനേഷനിൽ ഇട്ടത്, നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള റീസൺ അല്ല കൊടുത്തതെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളും ചോദിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ ഷാനവാസിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ടും കാര്യങ്ങളും ഇല്ലാത്ത കാരണം ആൾക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. അതിനുശേഷം അപ്പോൾ ആൾ കുറേ നേരം പിന്നെ സംസാരിക്കാണ്ടായി. അതിനുശേഷം നമ്മുടെ നെവിൻ്റെ അടുത്ത് പോയി ചോദിക്കണം. അപ്പം നെവിനുമായിട്ട് നന്നായിട്ട് നെവിൻ്റെ ഇത്ര ദിവസം നമ്മൾ ചിരിച്ച് നടക്കുന്ന ഒരു നെവിനായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇച്ചിരി ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു നെവിനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റി. ആവശ്യമുള്ള കാര്യത്തിന് തന്നെയാണ്. കാരണം ബിൻസിക്ക് അത് പോയി ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ ഓരോരുത്തർ പറയുന്നത്, അത് അവരുടെ സ്പേസാണ്, അവർക്ക് ആരെ ചൂസ് ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. പിന്നെ എന്തിനെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അത് പിന്നെ നെവിൻ്റെ പ്രൊഫഷനെ കളിയാക്കി എന്ന് പറഞ്ഞ് പിന്നെ വീട്ടിലിരിക്കണ അമ്മേനെയും പെങ്ങളിനെയൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നെവിന് കൂടുതൽ വിഷമമായത്. അങ്ങനെ ബിൻസി ഷാനവാസിക്കയുടെ അടുത്തും നെവിൻ്റെ അടുത്തും അങ്ങനെ സംസാരവും കാര്യങ്ങളായിട്ട് അത് കുറച്ച് നേരം വഴക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം നിന്നു. അതിന് ശേഷം നെവിൻ കുറച്ച് കലിപ്പിലാണ്. ഈവനിങ് വരെ നെവിൻ്റെ ഒരു കലിപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല. ആൾക്ക് നന്നായി ഇതായിട്ടുണ്ട്, ദേഷ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മോഡിൽ തന്നെയാണ്. മറ്റത് നല്ല രസമായിരുന്നു കേട്ടോ. നെവിൻ ഒരു എൻ്റർടൈനറാണ് ശരിക്കും. ഒരു പ്രത്യേക ഒരു ഇതൊക്കെ കാണുമ്പോൾ ആംഗ്യം കോഷ്യം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതുപോലെ സംസാര ശൈലിയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇച്ചിരി ചിരിയും കാര്യങ്ങളൊക്കെ വരും. കുഴപ്പമില്ല, നമുക്കൊരു എൻ്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയൊരു മെറ്റീരിയലാണ് നമ്മുടെ നെവിൻ. അപ്പം ആ വിഷയം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഫുഡിൻ്റെ കാര്യമൊക്കെ ഭയങ്കര ദയനീയതയാണ് കേട്ടോ അവരുടെ. അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ശരിക്കും നമുക്ക് ഇതിൽ എപ്പിസോഡിൽ വരുമ്പോൾ നമുക്ക് അത്രയ്ക്കും ഇത് തോന്നില്ല. പക്ഷെ ഈ ലൈവ് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഈ ഫുഡിൻ്റെ ഒക്കെ ഭയങ്കര ഇന്നിപ്പോൾ എന്താ അവർ ഉള്ള ഉരുളക്കിഴങ്ങോ എന്തെങ്ങാണ്ടൊക്കെ വെച്ചിട്ട് സൂപ്പ് പോലെയൊക്കെ ഉണ്ടാക്കി നമുക്ക് ശരിക്കും സങ്കടം തോന്നും അവർ കഴിക്കണം കാണുമ്പോൾ. പിന്നെ ഇത് നമ്മൾ സൂഹിക്കാനും ഇതിന് പോയേക്കുന്ന ഇതല്ല. ഈ പ്രാവശ്യത്തെ ബി എന്ന് പറയുന്ന കുറച്ച് തുടക്കം തൊട്ടേ ഈ പറഞ്ഞ പോലെ 7ൻ്റെ പണിയെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് പക്ഷെ ഭയങ്കര വല്ലാത്തൊരു പണി. നമുക്ക് വിഷമം തോന്നുന്ന ഒരു ഫുഡിന്റെ കാര്യങ്ങൾ ഇതൊക്കെ പറയണ കേൾക്കുമ്പോൾ. അങ്ങനെ ഭയങ്കര ദാരിദ്ര്യമൊക്കെ പിടിച്ചിട്ട് എന്തോ സൂപ്പൊക്കെ കലക്കി ഉള്ളത് വെച്ചിട്ട് എന്തെങ്കിലും സൂപ്പൊക്കെ കലക്കി കുടിക്കുന്നുണ്ടായിരുന്നു. ഫുഡിന്റെ കാര്യത്തിന് ഒരു ഭയങ്കര വിഷമം കാര്യങ്ങളൊക്കെ പറയണേ കേട്ടായിരുന്നു. അതിനെക്കുറിച്ച് കുറേ ചർച്ചയും കാര്യങ്ങളൊക്കെ നടക്കണ്ടായിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ വിഷമം തോന്നി. പിന്നെ അതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്നത് നമ്മുടെ ക്യാപ്റ്റൻസി സെലക്ഷൻ ആയിരുന്നു. അതിലേക്ക് നമ്മുടെ ബിന്നിനെയും അതുപോലെ തന്നെ ഷാനവാസിക്കനെയും പിന്നെ നമ്മുടെ അബീന, അങ്ങനെ 3 പേരെയാണ് സെലക്ട് ചെയ്തത്. പിന്നെ ഈ വൈകിട്ട് ടാസ്ക് നടന്നായിരുന്നു. അപ്പോൾ ടാസ്കിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ണ് കെട്ടിയിട്ട് 3 പേരെയും ഒരു റിങ്ങിൽ നിർത്തും, അതായത് കറക്കാൻ പറ്റുന്ന ഒരു ഇതിൽ. അപ്പോൾ അതിൽ നിന്ന് ക്യാപ്റ്റൻ ഇവരെ ഇങ്ങനെ കറക്കും. അപ്പം മുകളിൽ ഇവരുടെ ഒരു ഇത് എന്താ പറയുക ഡമ്മി കെട്ടിയിട്ടുണ്ട്. അപ്പം അതിനെ അടിച്ച് താഴെ വീഴ്ത്തുക, അതായിരുന്നു ഗെയിം. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം നമ്മുടെ അനീഷ് കറക്കുന്ന സമയത്ത് അനീഷിന് ഇത് കറക്കാൻ പറ്റുന്നില്ല.
ഈ റിങ് ഇവര് നിൽക്കുന്ന റിങ് ഒരു കയർ കെട്ടിയിട്ട് ഇങ്ങനെ ചുറ്റും നടന്ന് കറക്കണം. പക്ഷെ ആൾക്കത് കറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആൾ ഇങ്ങോട്ടും മരിക്കും അങ്ങോട്ടും മരിക്കും. അങ്ങനെ ഇത് ആടിയിട്ട് നമ്മുടെ ഷാനവാസിക്ക നിലത്ത് വീണു. അപ്പൊ പിന്നെ എല്ലാവരും കൂടിയിട്ട് അനീഷിനെ കിട്ടിയ അവസരമാണല്ലോ. അനീഷിനായിട്ട് കുറേ കിടന്ന് പറയുന്നുണ്ടായിരുന്നു. ആള് മനഃപൂർവ്വം അല്ലാന്ന് തോന്നണത്. മനഃപൂർവ്വം എന്തായാലും ചെയ്യില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ലൈവിൽ കാണുമ്പോൾ മനസ്സിലാവും. ഇനി എപ്പിസോഡിൽ വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും കണക്കിനിട്ട്, കാരണം അനീഷ് കിട്ടുന്ന താപ്പിനൊക്കെ ഇവരെ എല്ലാവരും ഇട്ടിട്ട് ചൊറിയാറുള്ള കാരണം ഒരു അവസരം കിട്ടിയപ്പോൾ എല്ലാവരും കൂടിയിട്ട് അനീഷിന് കൊടുക്കണ്ടായിരുന്നു. പിന്നെ അനീഷ് സോറും കാര്യങ്ങളൊക്കെ പറയണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഇത് എന്താ പറയുക, ക്യാപ്റ്റൻസി ടാസ്ക് റീസ്റ്റാർട്ട് ചെയ്തു. കുറച്ച് സമയം അവരോട് ഇരുത്തിയതിനു ശേഷം ക്യാപ്റ്റൻസി ടാസ്ക് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു അനീഷിനെ എനിക്ക് ഇറക്കാൻ നിൽക്കേണ്ട, വേറെ ആരെങ്കിലും നിർത്തിയാൽ മതി. അങ്ങനെ ബിഗ് ബോസ് ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഓണിയൽ എല്ലാവരും കൂടി സെലക്ട് ചെയ്തു കറക്കാനായിട്ട്. അങ്ങനെ കറക്കി ആദ്യം നമ്മുടെ ഷാനവാസിക്കാണ് ഇത് മറ്റേ ഡമ്മി അടിച്ച് താഴേക്കിട്ടത്. അപ്പം ആളങ്ങനെ ക്യാപ്റ്റനായി. ഷാനവാസിക്കാണ് ക്യാപ്റ്റൻ ആയിക്കണത് ഈ ആഴ്ചത്തെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനീഷിനെ കുറേ എല്ലാവരും കൂടി കിടന്ന് ചൊറിയുണ്ടായിരുന്നു. അനീഷിൻ്റെ ക്യാപ്റ്റൻസി കഴിഞ്ഞു, ഇനി ഷാനവാസിക്കാണ്. പിന്നെ ഷാനവാസിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനീഷിനെ പോലെ കുറേ ആംഗ്യം കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉലാത്തി അങ്ങനെയൊക്കെ കുറേ ഇങ്ങനെ ട്രിഗർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ ലൈവിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടന്നായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ രേണുസുതിയുടെ എന്നും എന്തെങ്കിലുമൊക്കെ ഒരു നാടകം ഉണ്ട്. അതുപോലെ തന്നെ ഇന്നും ആസ് യൂഷ്വൽ ഒരു നാടകം ഉണ്ടായിരുന്നു. നമ്മുടെ അമ്മയുടെ പൊന്നോ, അമ്മയുടെ ഋതപ്പ, അമ്മയുടെ കിച്ചു എന്നൊക്കെ വിളിച്ചിട്ടൊരു ഷോ ഉണ്ടായിരുന്നു. രേണു ചേച്ചി ഒറിജിനലായിട്ട് കാണിച്ചതാണെങ്കിൽ വെരി സോറി. കാരണം നമുക്കത് കാണുമ്പോൾ പുറമെന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പോയിട്ടാണ്, അല്ലാണ്ട് നമ്മുടെ ഒന്നും കുറ്റമല്ല. രേണു ചേച്ചി അത്രയും പ്രകടനങ്ങൾ പുറത്ത് കാഴ്ച വെച്ചിട്ട് പോയത് കൊണ്ട് നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒറിജിനൽ ആണോ അല്ലെങ്കിൽ എന്താ പറയുക അഭിനയമാണോ ഒന്നും മനസ്സിലാവാത്ത രീതി. അപ്പൊ എന്തായാലും വിഷമമുണ്ടോ, കാരണം നമുക്ക് ആ ഒരു വീടിന്റെ അകത്ത് പുറത്ത് ഇത്രയും പറന്ന് ആൽബങ്ങളായ ആൽബങ്ങളും പിന്നെ എന്താ പറയാ ഇന്റർവ്യൂസും ഇങ്ങനെ കൊടുത്ത് യൂട്യൂബ് മൊത്തം ഭരിച്ചിരുന്ന് റാണിയെ ഇരുന്ന ഒരാളെ പെട്ടെന്ന് കൈയും കാലും കൂട്ടിക്കിട്ട് ഒരു ഇതിന്റെ അകത്ത് കൊണ്ട് താമസിച്ചപ്പോൾ ആൾക്ക് പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലായത്. ആൾക്ക് ഈ പുറത്ത് ഓടിച്ചാടി നടന്ന് മറ്റേ ഇന്റർവ്യൂസും മറ്റേ ആൽബത്തിൽ അഭിനയിച്ചൊക്കെ വലിയ സെലിബ്രിറ്റി ആയിട്ട് മറ്റേ 10 ക്യാമറമാന്മാർ പുറകെക്കോട് ഓടി നടക്കണം അങ്ങനത്തെ ഒക്കെ കാര്യം. ഇപ്പൊ കുറേ അധികം ക്യാമറ ഉണ്ട്, പക്ഷെ അത് ഒരാൾ മാത്രമല്ലല്ലോ ഫോക്കസ് ചെയ്യണം. മറ്റേത് മെയിൻ രാജ്ഞിയായി വാണിരുന്നതായിരുന്നു ഇവിടെ പുറത്ത്. യൂട്യൂബിലെ റാണി, മറ്റേ റീൽസിന്റെ റാണി, അങ്ങനെ പല റാണി പട്ടവും വാങ്ങി ഇങ്ങനെ നടന്നിരുന്ന ഒരാൾ പെട്ടെന്ന് ഇവരുടെയൊക്കെ നടുക്ക് നിന്നപ്പോൾ പുള്ളിക്കാരി ഒന്നും ഇല്ലാണ്ടായി മാറിയ ഒരു ഫീലായി ആൾക്ക് സ്വന്തമായിട്ട്. അപ്പം അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ആൾക്ക് ഭയങ്കരമായിട്ട് വിഷമവും കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ വീട്ടിലേക്ക് വന്നാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഇവിടേക്ക് വന്ന ആൾക്ക് മനസ്സിലാവും പഴയൊരു ഹൈപ്പ് ആൾക്ക് ഇല്ല. പുറമെ നിന്നപ്പോൾ തന്നെയായിരുന്നു ആൾക്ക് ഹൈപ്പ്. ഇപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഹൈപ്പ് കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ചേച്ചി പുറമെ വരുമ്പോൾ ചേച്ചിയുടെ വല്ല അറ്റാക്ക് വരുമെന്ന് അറിയില്ല. രേണു ചേച്ചിയുടെ ഭാഗത്തുനിന്ന് വേറെ വലിയ കണ്ടന്റും കാര്യങ്ങളും കൊടുത്തില്ലെങ്കിലും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു വിഷയം, ഒരു നാടകം എല്ലാ ദിവസവും ഇറക്കാനായിട്ട് രേണു ചേച്ചി ശ്രമിക്കാറുണ്ട്. അപ്പം അങ്ങനെ ജയിൽ നോമിനേഷനും കഴിഞ്ഞു, അതുപോലെ തന്നെ ക്യാപ്റ്റൻസി ടാസ്കും കഴിഞ്ഞു. അങ്ങനെ കുറച്ച് നമ്മുടെ അക്ബർ മറ്റേ പണിപ്പുരയിൽ കയറിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നു. ബിരിയാണി, കുഴിമന്തി, പിന്നെ പൊറോട്ട അങ്ങനത്തെ ഒക്കെ കൊടുത്തായിരുന്നു. അതൊക്കെ അവരിങ്ങനെ എന്താ പറയുക, ഒരാൾക്ക് കഴിക്കാനുള്ള ഫുഡ് സ്പൂണിലൊക്കെ കോരിയെടുത്ത്, ഇതൊക്കെ എപ്പിസോഡിൽ കാണിക്കുമെന്നല്ല, ലൈവിൽ നമുക്കതൊക്കെ കാണുമ്പോഴേ അങ്ങനെ കോരിയെടുത്ത് ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കഴിക്കണം. അതൊക്കെ കാണുമ്പോഴേ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നും. പക്ഷെ അങ്ങനെ തോന്നിയിട്ട് കാര്യമില്ല. ശരിയാണ്, ഇതൊക്കെ അറിഞ്ഞു വെച്ച ഒരു ഇത് എന്താ പറയാ, ഒരു ഗെയിമിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇതൊക്കെ സർവൈവ് ചെയ്ത് അവർ നിൽക്കണം അവിടെ, അതാണ് ഇതിന്റെ ഗെയിം. പക്ഷെ നമുക്കത് കാണുമ്പോൾ ഇങ്ങനെ ഒരു വിഷമമൊക്കെ തോന്നുന്നു, അത്രേ ഉള്ളൂ. അതായത് ലൈവ് കാണുമ്പോഴാണ് എനിക്ക് തോന്നുന്നത്. എപ്പിസോഡ് കാണുമ്പോൾ ഇത് ഫുൾ എന്തായാലും കാണിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ഇന്ന് ലൈവിൽ നടന്നേക്കുന്നത്. അപ്പോൾ എപ്പിസോഡിൽ നിങ്ങളിതൊക്കെ ഇതിൽ എത്രത്തോളം കാണിക്കുന്ന അറിയില്ല. അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇത്രത്തോളമാണ് ഉള്ളത്, മെയിൻ കാര്യങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു നല്ല അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ BB റിലേറ്റഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ ബൈ ബൈ.